Hello guys, good morning. Welcome to our channel Plates by Luca. നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് പുട്ടും കടലയാണ്. ഞാൻ ജസ്റ്റ് പുട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. ഞാൻ ജസ്റ്റ് കടലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ചുവന്നകടലയാണ്. ചുവന്നകടല ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് 8 മണിക്കൂറോളം. അത് നമുക്ക് ജസ്റ്റ് കുറച്ച് സബോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് നമുക്ക് ഒരു 6 വിസിൽ വരുന്നോടം വരെ വേവിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ആ കടല ഒന്ന് വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പിന്നെ പെരിഞ്ചീരകവും കറുവപ്പട്ടയും കൂടെ കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ കൂടി അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒരു ബ്രൗൺ ആവണോടം വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ അത്യാവശ്യം തേങ്ങയൊക്കെ ഒന്ന് റോസ്റ്റ് ആകുന്നുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത്രയും മസാലകളാണ് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ ഇതിന്. അത് കഴിഞ്ഞ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാവുന്ന. ഓക്കെ, നമ്മളിപ്പോ വറുത്തെടുത്ത മറ്റേ മസാല നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുക. ഇപ്പൊ കടല നമ്മുടെ ഒന്ന് ആ വിസിലൊക്കെ അടിച്ചൊന്ന് സെറ്റായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ആ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അതിലേക്ക് നമ്മുടെ കടലക്കറിയിലേക്ക് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കടുകും പൊട്ടിച്ചെടുക്കാം. ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ആ കൊച്ചുള്ളി കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇടുവാണെങ്കിൽ നല്ലതാണ്. അപ്പൊ അതെന്റെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് കടുക് പൊട്ടിച്ച് ജസ്റ്റ് വത്തലമുളക് ഇടണേ ഉള്ളൂ. എന്നിട്ട് അത് ജസ്റ്റ് നമ്മുടെ കടലക്കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആ വറുത്ത പച്ചമുളക് വത്തലമുളക് കൂടെ ഞാൻ ഇത് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ കറി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇനി കഴിക്കാൻ വയ്യ. അരിപ്പുട്ടല്ല ഉണ്ടാക്കണേ, ജസ്റ്റ് ഗോതമ്പൂട്ടാണ് ഉണ്ടാക്കണേ. അതെ, ഗോതമ്പൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ അതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് കുറച്ച് കറി കഴിച്ചു കൊടുക്കാം. ഇത് കറിയപ്പോൾ അത്യാവശ്യം തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഞാനാണ് ഇപ്പൊ ഇന്ന് ട്രൈ ചെയ്യണത്. നമുക്ക് അതുകൊണ്ട് ജസ്റ്റ് നമ്മുടെ കൊണ്ടാട്ടിക്ക് കൊടുക്കാം. അപ്പൊ ഓക്കെ ഗൈസ്, ഇത് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇനി മുതൽ ഞാൻ ഇപ്പം നമ്മുടെ നാടൻ കേരള ഐറ്റംസ് ആണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ ഡിഷുകൾ ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ, സ്റ്റേ ട്യൂൺ, ബൈ ബൈ.